നമസ്കാരം, ഡോക്ടർ അമൃതയാണ്. വെക്കേഷനാണ്, വേനലാണ്, കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരേപോലെ വരുന്ന ഒരു കണ്ടീഷനാണ് പ്രിക്ലി ഹീറ്റ് അഥവാ ചൂടുകുരു, ഹീറ്റ് റാഷസ് എന്നൊക്കെ പറയും. ഈ സ്കിൻ കണ്ടീഷൻ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് ബ്ലോക്ക്ഡ് ആവുകയാണ്. ഒത്തിരി എക്സസീവ് സ്വെറ്റിംഗ് വന്നിട്ട് സ്വെറ്റ് ഗ്ലാൻസ് ബ്ലോക്ക്ഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. സോ അത് നമ്മളൊന്ന് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അപ്പോൾ ചെയ്യേണ്ടത്? എക്സസീവ് സ്വെറ്റിംഗ് കുറയ്ക്കുക. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം, കരിക്കുക, അങ്ങനെ ഏത് രീതിയിലും വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലൊക്കെ ഒന്ന് ഒഴിവാക്കി ഫ്രിക്ഷൻ ഉണ്ടാക്കും അത് ബോഡിയിൽ. നമ്മൾ കോട്ടൻ്റെ ഭയങ്കര ലൂസായിട്ടുള്ള ഈസി ബ്രീത്തബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക, നമ്മളായാലും അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെയിൽ കഴുകുക, 2-3 വട്ടം മിനിമം മെയിൽ കഴുകുക. കുട്ടികൾ കളിച്ചിട്ട് വരുമ്പോൾ അപ്പം തന്നെ മെയിൽ കഴിക്കുക, രാത്രി ഉറങ്ങുന്നതൊക്കെ മുന്നേ ഒന്നുകൂടി കഴിക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഭയങ്കര ഇച്ചിങ് ആണെങ്കിൽ നമുക്ക് കറ്റാർവാഴയുടെ പൾപ്പ് യൂസ് ചെയ്യാം. അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റിസെപ്റ്റിക്, മോയ്സ്ചറൈസിങ് എല്ലാ പ്രോപ്പർട്ടീസും ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഇച്ചിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അധികം വെയിലത്തൊന്നും പോവാതെ എ സിയും ഫാനൊക്കെ ഇട്ട് ഇരുന്നിട്ടും റാഷസ് പോകുന്നില്ല. തനിയെ വന്ന് തനിയെ പോകേണ്ടതാണ്, പോകുന്നില്ല. ചിലത് കയറി അങ്ങ് ഇൻഫെക്റ്റഡ് ആവുകയാണ്, പനി വരികയാണ്, ഒന്ന് വന്ന് മാറി പിന്നെയും അതിൻ്റെ ഇരട്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെഡിസിനൽ സൈഡ് അവിടെ വേണം, മെഡിക്കൽ സപ്പോർട്ട് വേണം. ഹോമിയോപ്പതിയിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിന്. സോ പ്രിക്ലി ഹീറ്റിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.